വൃക്ക രോഗികൾക്കുള്ള സർക്കാർ മരുന്ന് വിതരണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ട്രേറ്റിന് മുന്നിൽ പ്രതീകാത്മക ഡയാലിസിസ് നടത്തി പ്രതിഷേധം. ആയുഷ് പദ്ധതി പുനഃസ്ഥാപിക്കണമെന്ന് രോഗികൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സർക്കാർ പണം ലഭ്യമാക്കുന്നില്ല എന്നാണ് പരാതി. സംസ്ഥാനത്ത് ഡയാലിസിസ് രോഗികൾക്ക് കാരുണ്യ വഴി ലഭിച്ചുകൊണ്ടിരുന്ന മരുന്ന് വിതരണം നിലച്ചിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി. ഡയാലിസിസ് രോഗികൾ തുടർച്ചയായി പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മരുന്ന് ലഭ്യമാക്കണം, സഹായം ലഭ്യമാക്കണമെന്ന്. പക്ഷേ ഇതുവരെ അതിനുള്ളൊരു നടപടികളായിട്ടില്ല. അതിൽ പ്രതിഷേധിച്ച് ഒരു പ്രതീകാത്മകമായ ഒരു ഡയാലിസിസ് കോഴിക്കോട് കളക്ട്രേറ്റിന് മുമ്പിൽ അങ്ങനെ ഒരു ആവിഷ്കാരം നടത്തി അതിനുള്ള പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡയാലിസിസ് രോഗികൾ. ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് ഗവൺമെൻറ് ഫണ്ട് കൊടുക്കാത്തതുകൊണ്ട് എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികളും അതുപോലെ തന്നെ ചാരിറ്റി ഡയാലിസിസ് സെൻ്ററുകളൊക്കെ തന്നെ ഇതിൽ പിന്മാറുകയാണ്, ഫണ്ട് കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ നിലവിൽ 3, 4, 5 വർഷമായി ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ അവർ മാസം ഏതാണ്ട് 15,000 മുതൽ 25,000 രൂപ വരെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ പലരും ജീവിക്കാൻ വേണ്ടി കൈനീട്ടുക, ഭക്ഷണത്തിന് വേണ്ടിയല്ല. മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം, അതിന് ടൈമിങ്ങിന് അനുസരിച്ച് കഴിക്കുകയും വേണം. ആ മരുന്ന് ഇപ്പോൾ കിട്ടും. എത്ര കാലമായി കാരുണ്യമായി? ഇപ്പം ഒരു 3 മാസത്തിൻ്റെ മേലെയായി മരുന്നിൻ്റെ ഷോട്ട് വന്നിട്ട്. പുറത്തുനിന്ന് എനിക്കൊരു 8,000 റുപ്യേൻ്റെ മരുന്നുണ്ട്. നമ്മൾ കാരുണ്യമായിട്ട് വാങ്ങുന്നെങ്കിൽ ഒരു 4,000 റുപ്യ അതിന് അത്രയേ വരികയുള്ളൂ. ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രാവശ്യം കിഡ്നി മാറ്റി വെച്ചു. ഇപ്പം വീണ്ടും ഡയാലിസിസിലുള്ളത്. ഞാനിപ്പോൾ 8 വർഷങ്ങളായി കിഡ്നി മാറ്റി വെച്ചിട്ട്. മെയിൻ പ്രശ്നം നേടുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാരുണ്യമായിട്ട് ഡയാലിസിസിന് സമയത്ത് ഒരു സംഖ്യ കിട്ടിയിരുന്നു. അതുമാത്രമല്ല ഇയർലി നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിരുന്നു. ഇപ്പം കേരള ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും ആനുകൂല്യങ്ങളെല്ലാം നിർത്തലാക്കിയത്. ഇപ്പം നമുക്ക് ഗുളികകൾ തന്നെ കാരുണ്യ പകുതി പൈസ കിട്ടിയിരുന്നു. ഇപ്പോൾ അവിടെ പോയി ഒറ്റ ഗുളികളില്ല. ഇന്ന് ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ റെസ്റ്റ് എടുത്ത മറ്റന്നാൾ വീണ്ടും ഡയാലിസാണ്. അപ്പോൾ വേറൊരു ജോലി ചെയ്യാനോ വേറൊന്നും ചെയ്യാനോ പറ്റില്ല. കുടുംബത്തിൽ ആരെങ്കിലും ഒരു സാമ്പത്തികമായിട്ടില്ലെങ്കിൽ നമ്മൾ മരണമായി തെറ്റുള്ളൂ. രോഗികളുണ്ടാവും ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന കേരളത്തിൽ? ഇവിടെ കോഴിക്കോട്ട് തന്നെ ഞങ്ങളുടെ സംഘടനയിൽ തന്നെ 5,000 ആൾ ഉണ്ട്. കാരുണ്യ ലോട്ടറി കൊണ്ടുവന്നിട്ട് അതിൽ നിന്നുള്ള ബെനിഫിറ്റ് കൊടുത്തുകൊണ്ടിരുന്ന കാലത്ത് പ്രശ്നമില്ലായിരുന്നു. പിന്നെ സർക്കാർ പുതിയ ആയുഷ്മാൻ ഭാരതവും അതും കൂടെ ഒന്നാക്കി അത് എല്ലാ സർക്കാർ പദ്ധതി പോലെ തന്നെയായി മാറി. ഈ ഡയാലിസിസ് രോഗികളുടെ പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ ഈ ഫിസ്റ്റുല ഫെയിലാൻ്റെ കംപ്ലൈൻറ്റാണ് പലർക്കും. 22,000 റുപ്യ വേണം ഫിസ്റ്റുലക്ക്. പിന്നീട് പണ്ടെന്ത് ചെയ്യുമോ ഇൻഷുറിലെല്ലാം നമുക്ക് കിട്ടിയിരുന്നു. ഇപ്പോൾ ഒരവസ്ഥയില്ല, 22,000-23,000 റുപ്യ വേണം. പല ആൾക്കാർക്കും 1 മന്ത് അല്ലെങ്കിൽ 2 മന്തെല്ലാം കഴിയുമ്പോൾ ഫിസ്റ്റുല എന്ത് ചെയ്യുന്നുണ്ട്, ഫെയിലാകുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു ഡയാലിസിസ് ചെയ്യുന്ന രോഗികളും ഒപ്പം തന്നെ വൃക്ക മാറ്റിവെച്ച രോഗികളുണ്ട്. ഇവർക്കൊക്കെ അടിസ്ഥാനപരമായ ആവശ്യമായ മരുന്നുകൾ ഇപ്പോഴും കാരുണ്യ വഴി ലഭ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇത്തരമൊരു സമരത്തിലേക്ക് ഇവരിറങ്ങിയിരിക്കുകയാണ്. മനോജ് പയ്യൂരിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.